ഈ കാണുന്ന വീട്ടിലാണ് എന്റെ 24ാമത്തെ വയസ്സ് വരെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കറണ്ടും, വെള്ളവും, ഗ്യാസും എന്തിന്റെ ഒരു ബാത്റൂം പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നാട്ടിലെ ഏറ്റവും മോശം വീട് ഞങ്ങളുടെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട് പണിത് സെറ്റ് ആവണമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. 2015ലാണ് EMS ഭവന പദ്ധതിയിലെ വീട് പണിയാനായിട്ട് ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ പാസ്സായി കിട്ടുന്നത്. അന്ന് എങ്ങനെയോ തട്ടിക്കൂട്ടിയതാ. ഇതുപോലെയൊക്കെ വീട് പണി കംപ്ലീറ്റ് ആക്കി. അന്ന് ഞാൻ എലൈറ്റിലായിരുന്നു വർക്ക് ചെയ്യണ്ടായി. ജസ്റ്റ് 10,000 രൂപയായിരുന്നു ശമ്പളം. അവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട് പണി മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് 2017 ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ഓൾറെഡി ദുബായിൽ ജോലി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. വിസയും കാര്യങ്ങളൊക്കെ കമ്പനി അയച്ചു 2500 ദർഹമായിരുന്നു കേട്ടോ സ്റ്റാർട്ടിംഗ് ആയിട്ട് സാലറി കിട്ടി. ദുബായിൽ ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് സേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീട് പണി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ 4 വർഷം കൊണ്ട് ഞാൻ എന്റെ വീടിന്റെ പണി ഫുൾ ആയിട്ട് കഴിച്ചു. പിന്നെ തൊട്ട് മുമ്പിലെ ഒരു 5 സെന്റ് സ്ഥലം കൂടി വാങ്ങിട്ടോ. പ്രവാസിയായിട്ട് ഞാൻ പിന്നെയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ആഗ്രഹിച്ച് കംപ്ലീറ്റ് ചെയ്ത വീട്ടിലെ ഒരു വർഷത്തിൽ 1 മാസം മാത്രമാണ് എനിക്ക് നിൽക്കാൻ പറ്റുക. ആ ഒരു ഇമോഷന്റെ പുറത്ത് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. എനിക്ക് 1 മാസമല്ല, ഒരു വർഷത്തിലെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മതിയാവില്ലായിരുന്നു. സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാതിരുന്നിട്ട് അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടി കഴിയുമ്പോഴേ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. അത് വിട്ട് നമുക്ക് എവിടേക്കും പോകാൻ തോന്നില്ല. ശരിക്കും പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മാറുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കും. ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് സ്വന്തം വീടിനായിട്ട് കുറെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കപ്പോൾ വീണ്ടും കാണാല്ലേ.